അറിവ് നേടൽ മനുഷ്യന്റെ ജന്മവാസനയാണ്. എന്നാൽ ഒരായുസ്സുകൊണ്ട് നേടാവുന്ന അറിവിന്റെ പരിമിതികളെ കഠിനാധ്വാനം കൊണ്ട് മറികടക്കുകയായിരുന്നു ഡോക്ടർ ലക്ഷ്മിദാസൻ. 35 ബിരുദാനന്തര ബിരുദവും 6 ഡോക്ടറേറ്റും ഉൾപ്പെടെ എണ്ണിയാലൊടുങ്ങാത്ത യോഗ്യതകൾ ഈ പാണ്ഡിത്യത്തിന്റെ സാക്ഷ്യപത്രം മാത്രം. പ്രത്യേക പഠന വിഷയങ്ങൾ ഡോക്ടറേറ്റിനായി തിരഞ്ഞെടുത്തും ലക്ഷ്മിദാസൻ വ്യത്യസ്തനായി. ഡീലിറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിഗ്രി. ഡീലിറ്റാണ്. ഡീലിറ്റ് എനിക്ക് കോമൺവെൽത്ത് നിന്നാണ് കിട്ടിയത്. UN-ന്റെ കോമൺവെൽത്ത് ടോങ്ക എന്ന കൺട്രിയിൽ നിന്ന്, കിങ്ഡം ഓഫ് ടോങ്ക, ഫിജിക്ക് അടുത്തുള്ള കൺട്രി. ഓറിയന്റൽ സ്റ്റഡീസിലാണ് കിട്ടിയത്. പൗരസ്ത്യ സാഹിത്യമായിട്ടും പൗരസ്ത്യ സമ്പ്രദായങ്ങളും ചരിത്രമൊക്കെ ബന്ധപ്പെട്ട കുറേ ഡിഗ്രികളുള്ളത് കൊണ്ട് ആണ് ഇത് അവാർഡ് ചെയ്തു തന്നിട്ടുള്ളത്, ഡീലിറ്റ്. പിന്നെ അല്ലാതെ 6 ഡോക്ടറേറ്റ് ഒന്ന് മലയാളത്തിൽ, സംസ്കൃതത്തിൽ, ഹിന്ദിയിൽ, മാനേജ്മെൻറ്റിൽ, എഡ്യൂക്കേഷനിൽ, അസ്ട്രോളജി, ജ്യോതിഷത്തിൽ, ഇങ്ങനെയാണ്. അതിൽ ഓരോന്നും പ്രത്യേകമായ രീതിയിലാണ് ഡോക്ടറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജ്യോതിഷത്തിൽ ഈ രോഗനിർണയം എന്നുള്ള വിഷയമാണ് സാധാരണ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. മറ്റ് പ്രഡിക്ഷൻ മാത്രമല്ലേ, ഇങ്ങനെ രോഗം നിർണ്ണയിക്കുക രീതിയിലാണ് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് രോഗകൽപ്പന, അത് രോഗങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള റേസ് ഉപയോഗിച്ചുകൊണ്ട് അതായിരുന്നു. ലിപിയുള്ളതും ഇല്ലാത്തതുമായ 26 ഭാഷകൾ ഇദ്ദേഹം അനായാസം കൈകാര്യം ചെയ്യും. ഭാഷകൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളും ആയിട്ടും ബന്ധമുണ്ട്. പഴയ ഭാഷകളും പുതിയ ഭാഷകളും, പ്രാകൃതം, പാലി, അങ്ങനെ പഴയ തോട, കോട, കുറുക്, കുടക്, അങ്ങനെ അത് തൊട്ട് പിന്നെ ഫ്രഞ്ച്, അറബിക്ക്, അങ്ങനെ പല ഭാഷകൾ. അത് കൂടുതൽ ഭാഷ കുറെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഡോക്ടർ ലക്ഷ്മിദാസൻ കൈവയ്ക്കാത്ത മേഖലകളില്ലെന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. കൂടുതൽ പ്രവർത്തിക്കുന്നത് വിസിറ്റിംഗ് പ്രൊഫസറാണ്, എഡ്യൂക്കേഷൻ കൺസൾട്ടന്റാണ്, മാനേജ്മെന്റ് കൺസൾട്ടന്റാണ്, കൂടാതെ അസ്ട്രോളജിക്കൽ കൺസൾട്ടന്റാണ്. പിന്നെ താന്ത്രികമായിട്ടും പ്രവർത്തിക്കാറുണ്ട്. ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠകളുടെ കാര്യങ്ങൾ, കലകളുമായിട്ടും ബന്ധമുണ്ട്. പിന്നെ സ്പീച്ചായിട്ട്, വലിയ വലിയ പ്രഭാഷണങ്ങളായിട്ടും, പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സസ്, അങ്ങനെ പല മേഖലകളിലും പ്രവർത്തിക്കും. പിന്നെ പൊളിറ്റിക്കൽ അഡ്വൈസറായിട്ട് പല കൺട്രിയിലെ മിനിസ്റ്റേഴ്സിനും അതുപോലെ അതോറിറ്റീസിനും. മുമ്പ് നൈജീരിയ ഒക്കെ ഉണ്ടായിരുന്നു, ഭൂട്ടാൻ, നൈജീരിയ, ഒമാൻ. പിന്നെ എഴുതാറുണ്ട്. റൈറ്റർ എന്നുള്ള രീതിയിലാണ് കൂടുതൽ അറിയപ്പെടാനും ആഗ്രഹം. എഴുത്തുകാരൻ കൂടിയായ ഇദ്ദേഹം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള മഹാകാവ്യം പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ്. മുഹമ്മദ് നബിയെക്കുറിച്ച് ഒരു മഹാകാവ്യം ഇപ്പോൾ തയ്യാറായിട്ട് 3 വർഷമായി. ഇപ്പോൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് ഇത് പ്രസാദനം ചെയ്യുകയാണ്. ഷാർജയിലെ രാജാവിൻ്റെ താല്പര്യം അനുസരിച്ച് തന്നെയാണ്. അത് 17 അധ്യായമായിട്ട് 5000 വരികളുള്ളതാണ്. മഹാകാവ്യ ലക്ഷണങ്ങളോട് കൂടിയതാണ്. അതിൻ്റെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്രവാളം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, സംസ്കൃതവും മലയാളവും ചേർന്നുകൊണ്ട്. ഇത് ഞാൻ ഒന്നുകൂടെ ഒരു ഭേദം വരുത്തിയിട്ട് മലയാളവും സംസ്കൃതവും അറബിക്കും ചേർന്നൊരു ശൈലിയിലാണ് വന്നത്. ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.